ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി ട്രാവൽ വ്ളോഗ് ആയാലോ. നമ്മൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് വയനാട് പോയി വരാൻ കുറച്ച് ദിവസമായി കരുതുന്നുണ്ട്. നമുക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യം ഒത്തുചേർത്തില്ല. അപ്പോൾ ഒത്തു കിട്ടിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഒരു 1 ഡേ സ്റ്റേ ചെയ്യാൻ വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വയനാടേക്ക് പോയെന്ന് ചെറുതായിട്ട് റെഡ് അലർട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പെരുമഴയൊന്നുമില്ലായിരുന്നു. അന്ന് മലപ്പുറം ജില്ല ഭാഗത്ത് നിന്ന് ഭയങ്കര റെഡ് അലർട്ടും കാര്യങ്ങളും. നമ്മളെ നാട്ടിലായിരുന്നു റെഡ് അലർട്ട്. അവിടെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത്ര മഴ അധികം ഇല്ലായിരുന്നു. അത്യാവശ്യം വെയിലും ഒഴിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അവിടെ റെഡ് അലർട്ടാണ്. ഇത് ഒരാഴ്ച മുന്നെടുത്ത വീഡിയോ കേട്ടോ. പിന്നെ നല്ല തണുപ്പൊക്കെ അല്ലേ. ഒരു മണി 1:30 സമയത്ത് നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ വയ്ക്കുന്ന ചുരത്തുമ്മ വ്യൂ പോയിന്റിൻ്റെ അവിടെ നിർത്തി ചായയൊക്കെ കുടിച്ച്, ചായയും പിന്നെ എന്തോ ഒരു റോളും കൊണ്ടുവന്നു. എന്താ അതിൻ്റെ പേര്, ഫലാഫിൽ റോളോ അങ്ങനെ എന്തോ ഒരു റോളാണ്. ഇത് പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് കഴിച്ചു. കുഴപ്പമില്ല, ആവറേജ് ഓക്കെ. അതും കഴിച്ച് മൂപ്പര് ഒന്ന് ചായ കുടിച്ചിട്ടൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. നട്ടുച്ച 1 മണി 2 മണിൻ്റെ സമയമാണ്. കോടം മൂടി. എന്താ അടിപൊളി വ്യൂ എന്നറിയോ. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പക്ഷെ റെഡ് അലർട്ടാണ്, അങ്ങനത്തെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ കയറുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കയറണോലുണ്ട്, ഇറങ്ങണോലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ 1 ഡേ സ്റ്റേ ചെയ്ത് പോരാന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. പിന്നെ മൂപ്പർക്ക് എന്തോ താമരശ്ശേരി KSEBിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, എന്തൊക്കെയോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതിനും കൂടി കണ്ട് കോടയും. അപ്പം ഞങ്ങൾ കാണുമ്പോൾ ഇങ്ങൾക്കും കൂടി കാണിച്ചിടാൻ വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ ഓണാക്കിയതാണ്. എന്താ വെച്ചാൽ അത്യാവശ്യം വാഹനങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതല്ല റെഡ് അലർട്ട് വരുന്നത്. എന്നാൽ ഞങ്ങൾ 2-3 ദിവസം മുന്നേ സ്റ്റേക്കുള്ള റൂമൊക്കെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ റിസോർട്ടിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. കാരണം ചോരിനുണ്ട്, പക്ഷെ പെരും പുട്ട മഴ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേക്കാണ്. സാധാരണ നമ്മൾ ഇവിടെയൊക്കെ നിർത്തി ജസ്റ്റ് ചായയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ചില്ലടിച്ചിട്ട് ഉപ്പിലിട്ടൊക്കെ കഴിച്ച് അങ്ങനെ ചില്ലടിച്ച പോലെ. പക്ഷെ ഇവിടെ നിർത്താൻ പോലും വയ്യ, ഭയങ്കര മഴ വെച്ചാൽ ഭയങ്കര മഴ. ഇടയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ, മഴ ചോരുന്നുണ്ട്. പക്ഷേ ആ ചോരുന്ന അതിൻ്റെ ഡബിളായിട്ടാണ് പിന്നെ വീണത്. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ നിർത്തി ഉപ്പിലിട്ടൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. പക്ഷെ മഴ കൊണ്ട് നമുക്കൊന്നും വണ്ടി നിർത്താനൊന്നും പറ്റിയില്ല. വണ്ടി നിർത്തിയാലും ഇറങ്ങാൻ പറ്റില്ല, കാരണം കൊടയും കാര്യങ്ങളൊന്നും നമ്മൾ കരുതിയിട്ടില്ല. പിന്നെ ചില സൈഡിലൊക്കെ മണ്ണ് ചെറുതായി ഇടിഞ്ഞതൊക്കെ കാണാണ്ട് ചുരത്തുമ്പോട്ടോ. വളരെ ചെറുതായി ഇടിഞ്ഞത് ആദ്യം ഉള്ളതാണോ നമ്മളെ കണ്ണിൽ ഇപ്പോൾ പെടുകയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. അവിടെ അങ്ങനെ ചെറുതായി ഇടിഞ്ഞതായിട്ട് കണ്ടു. ഇങ്ങനെ ഈ വലിയ വാഹനങ്ങളൊക്കെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അവിടെ തന്നെ കുറച്ച് റിസ്ക്കാണ്. അതിനെ ഓവർടേക്ക് ചെയ്യാന്നുള്ളത് ചുരത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇടയിൽ കുഞ്ഞുവാവ കരയുന്നുണ്ട്, ഓന് കയ്യിലൊക്കെ വിശന്നിട്ട് കരയുന്നുണ്ട്. വണ്ടി ഒന്ന് സൈഡാക്കാൻ ചുരത്തുമ്പോൾ പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് നേരം ഓനൊക്കെ കളിപ്പിച്ച് ഓൻ നല്ല അടിപൊളി. മക്കൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം അവർക്ക് ഭയങ്കര സന്തോഷമായി. എന്താ വെച്ചാൽ ഓൽക്കൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങലുമായി. ഓൽക്ക് എപ്പോഴും പാർക്ക് പോകണം എന്നുള്ള മൈൻഡാണ്. പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് നല്ല വൈബിൽ പോവാണ്. നല്ല കോടുണ്ട്, കണ്ണു പോലും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള കോടയുന്നു. കാരണം ഞങ്ങൾക്ക് അതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവണം എന്നില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കോട കാണുന്നത്. കോടന് നടുക്കൂടെ സഞ്ചരിക്കുന്നത് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ ട്രിപ്പ് ഭ്രാന്തന്മാരാണ്. ഇടയിൽ നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊന്ന് പമ്പിലൊക്കെ നിർത്തിയിരുന്നു. ഞാനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ഡയറക്റ്റ് പോകുന്ന റിസോർട്ടിലേക്കാണ്. റിസോർട്ടിൻ്റെ പേര് ദ ലീവ്സോ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ എന്തോ ഒരു ലീവ്സാണ്. എന്താ എനിക്ക് ശരിക്കും കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. ഗ്യാലറി കിടക്കൽ തുടങ്ങിയിട്ട് 2-3-4 ദിവസങ്ങളായിക്കണം. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി എത്തിയപ്പോൾ ഗൂഗിൾ മാപ്പ് ഫുള്ള് നമ്മളിട്ട് വട്ടാൻ കറക്കിക്കണ്. ഇത് ഹൈവേ അവരോട് ചോദിച്ചു പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെയാണല്ലേ ഹൈവേ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ കറക്കി ഗൂഗിൾ മാപ്പ് എടുത്ത് ആകെ ഞങ്ങളെ വട്ടം കറക്കി. എന്നിട്ടാണ് ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തിയത്. ഗൂഗിൾ മാപ്പിനെ പൊതുവെ വിശ്വസിക്കാൻ പറ്റൂല. ഒരു കോട്ടക്കൂടി മലയിൽ കൂടി ഒക്കെ കൊണ്ടുപോകുള്ളൂ.
പിന്നെ നമ്മൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കണ്ട് തേയില വെട്ടുന്ന ചേച്ചിമാരെ കണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. മഴയും കൊണ്ടാണല്ലേ ഐറ്റങ്ങൾ ഈ ജോലി ചെയ്യണത്. പിന്നെ നമ്മൾ ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ മോനുവിൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടോ. അവൻ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ കൊടുക്കൽ സെറിലാക്കാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ പിന്നെ അവൻ എല്ലാ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങിയിരിക്കണം. അപ്പോൾ പിന്നെ സീനില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്നതും കൊടുക്കും. പിന്നെ അവന് സെറിലാക്കും അതിൻ്റെ ഇടയിൽ കൊടുക്കും വിശന്ന് കരഞ്ഞാൽ. പിന്നെ ഞാൻ ചട്ടിച്ചോറും കുന്മോ മീൽസും ആണ് പറഞ്ഞത്. അപ്പോൾ ചട്ടിച്ചോറ് പേരുള്ളൂ, എനിക്ക് ചട്ടിച്ചോറ് കിട്ടിയില്ല. ചട്ടിയിൽ തിന്നത് ലെച്ചൂസാണ്. അപ്പോൾ ഓൾ ചട്ടിച്ചോറൊന്ന് പറഞ്ഞ് ചട്ടിച്ചോർക്ക് ഒക്കെ ഒന്നും വേണ്ട, ഒരു 2 കോരി ചോറും ഒരു ഇത്തിരി ചോറും മുട്ട പൊരിച്ചതോ ചിക്കൻ പൊരിച്ചതോ എന്തോ കൂട്ടി മാത്രമാണ് ഓൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ചിക്കൻ പൊരിച്ചത് ഹാം എടുത്തപ്പിച്ച് ചിക്കൻ പൊരിച്ച് വേണോ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചിക്കൻ 65 സെപ്പറേറ്റ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ നല്ല അടിപൊളി ഫുഡാണോ. അതൊക്കെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരികയാണ്. പിന്നെ ടൈഗർ പ്രോൺസും പറഞ്ഞിരുന്നു, അതും നല്ല അടിപൊളി കേട്ടോ. ഇവിടുത്തെ മീൽസ് അടിപൊളിയാണ്. അല്ലാത്ത ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല, മീൽസ് അടിപൊളിയാണ്. ചട്ടിച്ചോറായാലും നല്ല അടിപൊളിയാണ്. അതിൽ ചട്ടിച്ചോറിൽ ചിക്കന്, ബീഫ്, എഗ്ഗ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതും കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്തൊക്കെയോ ഐസ്ക്രീം, ജ്യൂസ്, മാംഗോ ബാർ ഒക്കെ വാങ്ങിപ്പിച്ചിരിക്കണം. പിന്നെ കുറച്ച് നേരം അവിടെ ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് ഷോർട്സിനുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളവിടുന്ന് ഇറങ്ങി. ഇത് ഷോർട്സിന് വേണ്ടിയുള്ള കുഞ്ഞു പിക്സ് എടുത്തതാണ് കേട്ടോ. പിന്നെ ചെറിയ ചാറ്റിൽ മൈൻഡില്ല, അതും കൊണ്ട് ഊഞ്ഞാലിടുന്ന ഒരു പ്രത്യേക വൈബല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇട്ടുന്ന ഡ്രസ്സൊന്നും നോക്കരുത്, അതൊക്കെ സ്വന്തം ആങ്ങളിൻ്റെ ആണ്. എൻ്റെ ഡ്രസ്സൊന്നും ഞാനില്ല, എൻ്റെ ആങ്ങളുടെ ഡ്രസ്സാണ് ഇഷ്ടം. പിന്നെ നമ്മൾ പിറ്റേ ദിവസം റൂം ടൂറൊക്കെ എടുക്കണം വിചാരിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും സമയം കിട്ടില്ല, പെരും മഴയൊന്നും. അതുകൊണ്ട് നമ്മളൊന്നും കണ്ടില്ല. നമ്മൾ ജസ്റ്റ് അവിടുന്ന് ഇതാക്കി നമ്മൾ പിന്നെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടുന്ന് ഇറങ്ങുക ചെയ്തത്. നമുക്കൊന്നും കാണാൻ പറ്റിയില്ല, ഭയങ്കര മഴ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയോട് കൂടി ഒരു 9:45 സമയമായപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ചോർന്നും ചെയ്തു. പിന്നെ നമ്മൾ ജസ്റ്റ് കോഴിക്കോട് ബീച്ചിലെട്ടം പോയി. ബീച്ചിലൊക്കെ വെച്ചൊന്ന് കള്ളക്കടൽ പ്രതിഭാസമാണ് തോന്നണം അന്നൊക്കെ. ഇപ്പോഴും ഉണ്ട് കള്ളക്കടൽ പ്രതിഭാസമൊക്കെ. പക്ഷെ അന്ന് തിരക്ക് വരുന്നിട്ട് പേടിയാണ്. കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് ബീച്ചിൽ ജസ്റ്റ് ഒന്നൊന്ന് കറങ്ങി. പിന്നെ ഫുഡും കഴിച്ച് പിന്നെ നമ്മൾ നേരെ റിട്ടേൺ പോരുക ചെയ്തത്. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. അത് വേറെ ഇഷ്ടം പോലെ ആൾക്കാർ ടൂറിസ്റ്റ് ബസ്സിലും അല്ലാതെയും കാറിലും പലതിലും ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ചെറിയ കുറേ വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നു പോയതും മിസ്സായതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ആ തിരക്കിൻ്റെ ഇടയിൽ മറന്നു പോയതാണ്. കാരണം നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര കാറ്റും മഴയും ഒക്കെ നല്ല ഉണ്ടായിരുന്നു. അപ്പം വീഡിയോ ഒന്നും എടുക്കണ്ട, ഒന്ന് പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയ്ക്ക് എത്തിക്കാൻ. ഒന്നുമല്ല, ഈ കാറ്റുമായിട്ട് നമുക്കൊന്നും കാണാനും കഴിയൂല. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പോകുന്നതാണ് അവിടുന്ന്. ബീച്ചിലായാലും അത്യാവശ്യം നന്നായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. കാരണം ആർക്കും അങ്ങനത്തെ പേടിയില്ല തോന്നുന്നു. കാരണം ബീച്ചിലും അത്യാവശ്യം ആൾക്കാരുണ്ട്. ബീച്ചിൽ ഇറങ്ങണില്ലെങ്കിലും അവിടെ ആ പരിസരത്ത് കൂടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ഈ ചാനൽ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ബീച്ചിൻ്റെ അവസ്ഥ കണ്ടില്ല, നിങ്ങൾ നോക്കി നല്ലോണം ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് തിര. പിന്നെ കുറച്ച്